ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2050. ഇന്ന് ഓഗസ്റ്റ് മാസം 11-ാം തീയതി 223-ാമത്തെ ദിവസത്തിലെത്തി. മറിയമെന്ന സാധാരണ പെൺകുട്ടിക്ക് ഒന്നും അവകാശപ്പെടാനില്ല. ഒരു ആനുകൂല്യങ്ങൾക്കും അർഹയുമല്ല. കുറേക്കട് പറഞ്ഞ വലിയ അന്തസ്സൊന്നും പറയാനില്ലായിരുന്നു. വളരെ വളരെ സാധാരണക്കാരിയായ ഒരാൾ, സമൂഹത്തിലെ ഏറ്റവും ശക്തിഹീനരായവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദരിദ്ര പെൺകുട്ടി. മംഗളവാർത്ത ആദ്യം ലഭിക്കുന്നത് ശരിക്കും പറഞ്ഞാല് മഹാനായ സക്രിയ പുരോഹിതനാണ്. അബിയ ഗണത്തിൽപ്പെട്ട പുരോഹിതൻ. അഹ്റോന്റെ പുത്രന്മാരുടെ പേരില് 24 ഗണമായി ലേവ്യ പുരോഹിതരെയൊക്കെ തിരിച്ചിരുന്നു. അതിലൊരു ഗണമാണ് അബിയ. ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തുവാൻ അവകാശം കിട്ടിയ പുരോഹിതന്മാർ. ധൂപം സമർപ്പിക്കുക എന്ന മഹത്തായ ആനുകൂല്യവും സ്കറിയ പുരോഹിതന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ അന്തസ്സും അവകാശങ്ങളും ആനുകൂല്യവുമുള്ള ഒരു വ്യക്തിയെ ദൈവത്തിന്റെ ദൂതൻ തേടി വരുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ഥാനങ്ങളും മറിയത്തിനില്ലല്ലോ. ആ പെൺകുട്ടിയുടെ ഭക്തിയെക്കുറിച്ചോ മതജീവിതത്തെക്കുറിച്ചോ സവിശേഷമായ ഒരു സൂചനയും സുവിശേഷത്തിൽ കണ്ടെത്തുന്നില്ല. സമൂഹത്തിൽ ഉന്നതമായൊരു സ്ഥാനവും അവൾ അലങ്കരിക്കുന്നുമില്ല. മറിയം തന്നെ പറഞ്ഞത് ഓർക്കാൻ പറ്റുമോ? ദാസിയുടെ താഴ്മയാണ്. യഹൂദ സമുദായത്തിൽ വളരെ സാധാരണ ഒരു പേരാണ് മറിയം. മിരിയാം എന്ന ഹീബ്രു പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. മറ്റേ മറിയം, മഗ്ദല മറിയം, യൗസേഫിന്റെയും യൂദായുടെയും അമ്മ മറിയം. സുവിശേഷങ്ങളിൽ പോലും ധാരാളം മറിയമാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വളരെ സാധാരണക്കാരിൽ ഒരുവളായ നസ്രയത്തിലെ പെൺകുട്ടി. അവളെ തേടിയാണ് ദൈവം എത്തുന്നത്. ഏറ്റവും സാധാരണക്കാരെയും തേടി ദൈവം വരുമെന്ന് ഏറ്റവും സൗമ്യമായി, ശാന്തമായി, വിനയത്തോടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ അമ്മ മറിയം. സമൂഹത്തിലെ ഏറ്റവും ശക്തിഹീനരായവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തില് ഇവൾ ചെറുപ്പക്കാരിയല്ലേ? പുരുഷന്മാർ ഭരിക്കുന്ന ലോകത്തിൽ ഇവളൊരു പെണ്ണല്ലേ? ധനികർ സ്വാധീനം ചെലുത്തുന്ന സമുദായത്തിൽ ഇവൾ ദരിദ്രയല്ലേ? അവളുടെ അസ്തിത്വത്തെ സമർത്ഥിക്കാനായിട്ട് അവൾക്ക് ഒപ്പം ഭർത്താവോ മക്കളോ ഒന്നുമില്ല. എന്നിട്ടും ദൈവം പ്രസാദിച്ചത് അവളിലാണ്. എന്നും ദരിദ്രരിൽ പ്രസാദിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ പ്രകാശമാണിത്. മറിയം തന്നെ ഇത് പറയുന്നു. ശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ദൈവം തന്റെ ദാസിയുടെ താഴ്മയെ കണ്ടിരിക്കുന്നു. ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവൻ എളിയവനെ ഉയർത്തുന്നു, വിശക്കുന്നവരെ സംതൃപ്തരാക്കുന്നു. മറിയമെന്ന അമ്മയെ നമുക്ക് കുറെ കൂടി ആദരവോടെ കണ്ടെത്താം, ഒപ്പം ചേരാം. ആമേൻ.